എൻ്റെ പൊന്നടാവേ, നമ്മുടെ വത്സൻ മെമ്പർ ഇന്നലെ രാത്രി തൊട്ട് കാണാനില്ലാന്ന്. ആര് പറഞ്ഞു? ഇന്നലെയും കൂടെ കൂട്ടിക്കുത്താൻ കൂടിയതല്ലേ? കൂടി കഴിഞ്ഞൊരു ഒറ്റ കരച്ചിലായിരുന്നു. ഇത്തവണ മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെന്നും പറഞ്ഞ്. അതാ പറഞ്ഞത്, രാത്രി മുഴുവൻ വീട്ടിൽ കിടന്ന് നല്ല ായിരുന്നാ പറഞ്ഞത്. മുതൽ ആളെ ഇട്ട് കാണാനുമില്ല. ഒന്ന് വിളിക്കാന്ന് വെച്ചാലോ ഫോണൊക്കെ വീട്ടിൽ വെച്ചേക്കുക. വല്ല കടുങ്കയും ചെയ്ത് കാണുമെന്നാ എൻ്റെ ഒരു സംശയം. എന്നാ പെണ്ണുങ്ങളുടെ കരച്ചിൽ കേൾക്കാം. എന്നാ നീ അങ്ങനെ പറഞ്ഞേ? നാട്ടിലെ പെണ്ണുങ്ങളുടെ അപ്പസോലനല്ലായിരുന്നോ? സത്യ എന്റെ പെണ്ണുമ്പിള്ളക്ക് പോലും വത്സൻ മെമ്പർ വെച്ച ജീവനാ. ഇതാണ് മോനെ വത്സന്റെ ഗുണം. ഈ ചിരിയൊക്കെ അങ്ങ് മാറും. എവിടാന്ന് വെച്ചാൽ അന്വേഷിക്കാൻ നോക്കാം. കുട്ടനാണല്ലോ വരുന്നേ. എടാ കുട്ടാ, നീ ആ വത്സ മെമ്പർ എങ്ങനെ കണ്ടായിരുന്നോ? എവിടെ? ഇഞ്ചക്കല്ലിന് താഴെ വെട്ടിമരത്തെ കയറി ഒരു കയറിട്ട് കൊടുക്കാൻ എന്നോട് പറഞ്ഞു. തൂങ്ങി ചാവാനെന്നാ പറഞ്ഞേ. കെട്ടിക്കൊടുത്തോ നീ? രാവിലെ തന്നെ 500 രൂപ കയ്യിൽ വെച്ച് വന്നു. ഞാൻ വൃത്തിയായിട്ടാണ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ചതിച്ചല്ലോടാ നീ. എടാ പൊട്ടം കുണപ്പാ, നീ കൊലക്കേസിൽ പ്രതിയാവും. നമ്മളെല്ലാവരും പെടും. വാടാ. ഞാൻ വരില്ല, ഞാൻ തേങ്ങിടാൻ പോവാ. അതിന്റെ അവസാനത്തെ ഇടയിലാവും. വാടാ ഇങ്ങോട്ട്. ഞാൻ വരില്ല. മെമ്പറെ, എന്നെ കൊടുക്കാനുള്ള പണി നോക്കിയിട്ട് തൂങ്ങാൻ പോവല്ലേ? ഞാൻ കെട്ടി കയറ്, ഞാൻ തന്നെ അഴിച്ചോളാം. ചതിക്കില്ല മെമ്പറെ. എന്ത് പണിയാ വത്സ നീ കാണിച്ചത്? എന്ത് പണിയാഞ്ഞോ? ഇങ്ങനെ ചങ്കി തറക്കണ ചോദ്യം വന്നതിനോട് ചോദിക്കാതെ എല്ലാവരും കൂടി എനിക്കിട്ടല്ലേ പണിഞ്ഞത്. എന്ത് പണിഞ്ഞെന്നാണ്? എനിക്ക് സീറ്റുണ്ടോ? ഇല്ല, തന്നില്ല. എന്തുകൊണ്ട് തന്നില്ല? മനഃപൂർവ്വം തന്നില്ല. വത്സനെ മാറ്റി തങ്കന് സീറ്റ് കൊടുത്തു. അവൻ എന്ത് യോഗ്യതയുള്ളത്? കൂണും കുമ്പളക്കും തിരിച്ചറിയാവോ? പോട്ടെ, നമുക്ക് അടുത്ത ടൈമിൽ നോക്കാന്നേ. അടുത്ത ടൈമിന് മുമ്പ് കോവിഡ് വന്നാലോ? തീർന്നില്ലേ? ഞാൻ മുൻകൈ എടുത്ത് 2 വീടുകളാണ് പണിതുകൊണ്ടിരിക്കുന്നത്. മെമ്പറായി ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ താക്കോൽ ദാനം നടത്തണം. എൻ്റെ ഫ്ലെക്സ് ഈ മുക്കിലും മൂലയിലും ഉയരണം. അത് കണ്ടുകൊണ്ട് ഈ നാട്ടിലുള്ളവന്മാരൊക്കെ ഒന്ന് ചിരിക്കണം. എൻ്റെ ഫ്ലെക്സ് പൊങ്ങുമ്പോൾ അസൂയപ്പെടാത്ത ആരാ ഉള്ളത്? അതൊക്കെ മെമ്പറുടെ തോന്നല. ആർക്കും ഒരു അസൂയയില്ല. നീ തന്നെ ഇത് പറയണം. ഈ രമണി അറിയോ? ഏത് രമണി? നിന്റെ ഭാര്യ രമണി. അവക്കളുടെ പേരിൽ പന്നിക്കൂട് ശരിയാക്കി കൊടുത്തപ്പോൾ എൻ്റെ ഫ്ലെക്സ് പൊങ്ങി. ഇതേ രമണിക്ക് ബ്ലോക്കിൽ നിന്ന് 2 പെണ്ണാടുകൾ സംഘടിപ്പിച്ച് കൊടുത്തു. അന്നെൻ്റെ ഫ്ലെക്സ് പൊങ്ങിയില്ല. അത് പിന്നെ ഞാൻ പൊക്കാത്തതാണെന്ന് കൂട്ടിക്കോ. ഇതേ രമണി പറയുക 2 പെണ്ണാടുകളെ മേച്ചോണ്ട് നടന്ന ഓറടിക്കുന്നു. ഞാൻ വനിതാ മെമ്പറെ പിടിച്ച് ബ്ലോക്ക് ഓഫീസിൽ പോയി മുട്ടനൊരു മുട്ടാടിനെ സംഘടിപ്പിച്ച് രമണിക്ക് കൊടുത്തു. അന്ന് എൻ്റെ ഫ്ലെക്സ് പൊങ്ങി. പിന്നെ ഇതുവരെ ഫ്ലെക്സ് പൊങ്ങിയിട്ടില്ല. ഇനി അത് പൊങ്ങണമെങ്കിൽ ഈ 2 പേരുടെയും താക്കോൽ ദാനം കൂടി എനിക്ക് നടത്തണം. അതെൻ്റെ വാശിയാണ്. എൻ്റെ ഫ്ലെക്സ് എനിക്ക് പൊക്കണം. എനിക്ക് ഫ്ലെക്സ് പൊക്കണം. എനിക്ക് ഫ്ലെക്സ് പൊക്കണം.